ഹലോ, എല്ലാവർക്കും മയൂക്കരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളിതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയുടെ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. എന്നാൽ മാത്രമാണ് ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഏകദേശം ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. നമ്മൾ ഇതിന് മുമ്പ് ഇതിനകത്ത് മൊത്തം ഗ്രീൻ ഹെയർ ആൽഗയായിരുന്നു, ഭയങ്കരമായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് മെത്തേഡൊക്കെ ട്രൈ ചെയ്തായിരുന്നു. അതായത് നമ്മൾ ലൈറ്റിൻ്റെ ടൈം കുറച്ചു, അതായത് 8 മണിക്കൂറാക്കി കുറച്ചു. അതേപോലെ തന്നെ നമ്മൾ നൈട്രജനും ഫോസ്ഫേറ്റും അടങ്ങിയ ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മൾ ഉപയോഗിക്കൽ നിർത്തി. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ആഴ്ചയും വാട്ടർ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ ഒരു 3 മെത്തേഡ് ട്രൈ ചെയ്തിട്ട് നമ്മൾ ഗ്രീൻ ഹെയർ ആൽഗ കുറവ് വന്നിട്ടുണ്ടായിരുന്നില്ല. സാധാരണ പോലെ അത് പയ്യെ പയ്യെ കൂടി വരുന്നതായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു 3 സംഭവത്തിനൊപ്പം തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ലിക്വിഡ് കാർബൺ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ലിക്വിഡ് കാർബൺ ഒരു ആൽഗിസൈഡാണ്. അപ്പോൾ ആൽഗ പോവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ഒഴിച്ചു കൊടുത്തത്. കറക്റ്റ് റെക്കമെൻഡ് ഡോസേജിൽ തന്നെയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ സത്യം പറഞ്ഞാൽ അതെന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. കാരണം എനിക്ക് തോന്നുന്നു ലിക്വിഡ് കാർബൺ ഒഴിച്ചു കൊടുത്ത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒരുപാട് അധികമായെന്ന് തോന്നുന്നു ആ ഗ്രീൻ ഹെയർ ആൽഗ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ലിക്വിഡ് കാർബൺ ഒഴിച്ചു കൊടുത്തിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ട്രൈങ് ന്യൂ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ലിക്വിഡ് കാർബൺ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു മെത്തേഡായിരുന്നു അത്. നമ്മുടെ ഈ ഒരു അക്വേറിയത്തിൽ അത് പക്കാ ഫെയിലിയർ ആയിപ്പോയി. അപ്പോൾ പിന്നെ പക്ഷെ അതുകൊണ്ട് എന്താ പറയുക, പ്രത്യേകിച്ചൊരു മാറ്റം വന്നില്ല എന്ന് മാത്രമല്ല, ആ ഒരു സമയമൊക്കെ ആ ഒരു ലിക്വിഡ് കാർബണൊക്കെ ഒഴിച്ചു കൊടുത്ത ഒരു 1.5-2 വീക്ക് ആകുമ്പോഴേക്കും മൊത്തം ഇതിൻ്റെ അകത്ത് ഗ്രീൻ ഹെയർ ആൽഗ നിറഞ്ഞ് എന്താ പറയുക, മീനുകൾക്ക് നടക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ അമ്മാതിരി മൊത്തമായിട്ട് നിറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത് റീസ്കേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച, പിന്നെ ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നം കാരണം ഞാൻ അങ്ങനെ ചെയ്തില്ല. പകരം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഹൈഡ്രജൻ പെറോക്സൈഡ് 6% 1 ml വെച്ച് 2 ദിവസം ഗ്യാപ്പിൽ ഒരാഴ്ച 3 വട്ടം ഞാൻ ട്രൈ ചെയ്തു. അങ്ങനെ ട്രൈ ചെയ്തതിന് ശേഷമാണ് ഒരുപാട് ഗ്രീൻ ഹെയർ ആൽഗ എന്താ പറയുക ഫുൾ ബ്രൗൺ കളറായി അത് തന്നെ നമുക്ക് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റാവുന്നൊരവസ്ഥയിലേക്ക് എത്തി. പിന്നെ അത് മാത്രമല്ല കുറേ ഇലകളും പോയി, ഇലയുടെ സൈഡേക്കും കുറേ ദ്രവിച്ചു പോയി. ഗ്രീൻ ഹെയർ ആൽഗ ഒരുപാട് നല്ല മാറ്റം വന്നായിരുന്നു. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതൊന്നും നല്ലായിരുന്നു. നമ്മൾ ഭയങ്കര എന്താ പറയുക, ഗ്രീൻ ഹെയർ ആൽഗ നിറഞ്ഞ് നമുക്ക് ഈ പ്ലാന്റ്സിൻ്റെ ഇലയൊന്നും കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിനൊരു മാറ്റം ശരിക്കും വന്നത് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്തപ്പോഴാണ്. പക്ഷെ അത് ഒട്ടും റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു പരിപാടിയല്ല. കാരണം ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ ഈ ബെനഫിഷ്യൽ ബാക്ടീരിയ കില്ല് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. ഞാനൊരു നിവൃത്തി ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ആ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്തത്. ഇപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഏകദേശം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ചെറുതായിട്ട് ഒരു ഗ്രീൻ ഹെയർ ആൽഗ വളർന്ന് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ചെറുതായിട്ട് വളർന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു എന്താ പറയുക, നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ എഫക്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ പയ്യെ വീണ്ടും പഴയ പോലെ ഗ്രീൻ ഹെയർ ആൽഗ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു പ്രോസസ്സായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ അഡീഷണലായിട്ട് ചെയ്തിരിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ലൈറ്റ് മാറ്റി. അതായത് പണ്ട് നമ്മൾ ഇതിന് മുമ്പിൽ ഫുള്ള് കവർ ചെയ്തൊരു ലൈറ്റായിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. നമുക്കത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പകരം പണ്ട് ഞാൻ നോർമലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധാരണ ലൈറ്റാണത്. അപ്പോൾ ഞാൻ ആ സാധാരണ ലൈറ്റ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിങ് വളരെ കുറവാണ്, നമുക്ക് കണ്ടറിയാം. മുമ്പത്തെ അക്വേറിയത്തിൽ ഭയങ്കര ബ്രൈറ്റ്നസ് ആയിരുന്നു. ഇതിപ്പോൾ ലൈറ്റ് വളരെയധികം കുറഞ്ഞു. അപ്പോൾ ലൈറ്റ് കുറച്ച് കുറവായതുകൊണ്ട് പൊതുവെ ഗ്രീൻ ഹെയർ ആൽഗ വളർച്ച കുറച്ച് സ്ലോ ആവും. അതിൻ്റെ ഒപ്പം തന്നെ പ്ലാന്റ്സ് കൂടി വളരുമ്പോൾ അതിൻ്റെ ഒരു ഗ്രീൻ ഹെയർ ആൽഗയുടെ വളർച്ച കുറച്ച് കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ലൈറ്റ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഒരു 2-3 ദിവസമായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു 1-2 ആഴ്ച കഴിഞ്ഞാൽ ആക്ച്വലി നമുക്കിത് പറയാൻ പറ്റില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റാറ്റസ്. പിന്നെ ഞാൻ ഉപയോഗിച്ച ഇത് ഞാൻ കാണിച്ചു തരുന്നത്, ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇത് 6% ആണ് കേട്ടോ. സൂം ആവുന്നുണ്ടോ? 6% ആണ്. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യുന്നുണ്ട്, എനിക്കത് കറക്റ്റ് സൂം ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ യെസ്.
ഇത് 6% ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ്, ഇതൊരു 1 ml വെച്ചിട്ട് ഞാനൊരു 2 ദിവസം ഗ്യാപ്പിൽ ഒഴിച്ചു കൊടുത്തു. അത് നൈറ്റ് ടൈം ഒഴിച്ചു കൊടുക്കുകയായിരിക്കും നല്ലത്. കാരണം ലൈറ്റ് ഇടുമ്പോൾ അത് എന്താ പറയുക, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സ്പ്ലിറ്റ് ആവും. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് H2O2 എന്ന് പറഞ്ഞ എന്തൊരു കോൺഫിഗറേഷനാണ് വരുന്നതെന്ന് തോന്നുന്നു. 2 ഹൈഡ്രജൻ ആറ്റും 2 ഓക്സിജൻ ആറ്റും. അപ്പോൾ നമുക്കിത് വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനായിട്ട് സ്പ്ലിറ്റായി പോവുക അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് ഈ ആൽഗേസിനെ കില്ല് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ സ്ഥിരം അത് ഉപയോഗിക്കണ അത്ര നല്ല കാര്യമല്ല. പിന്നെ കുറേ പ്ലാന്റ്സുകളൊക്കെ ഡാമേജ് ആയി പോയി, കുറേയൊക്കെ സർവൈവ് ചെയ്തു. പിന്നെ മീനുകൾക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് കുറച്ച് ഷ്രിമ്പിൻ്റെ കുട്ടികളുണ്ട്, കറക്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ഒരെണ്ണമാണത്. ഇങ്ങനത്തെ ഒരു 6-7 എണ്ണം ഇതിനകത്തുണ്ട്. അത് ഇവിടെ നമ്മുടെ അക്വേറിയത്തിൽ ഉണ്ടായതാണത്. ഇതിനകത്ത് തന്നെ ഇവങ്ങൾ തന്നെ ഉണ്ടായത് വന്നതാണ്. നമ്മളൊരു 5-6 ഷ്രിമ്പിൻ്റെ പെയർസ് ഉണ്ടായിരുന്നു. പെയർസ് അല്ല, ഒരു 5-6 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായതാണ് ഈ കുട്ടികൾ. ഇവറ്റങ്ങൾക്കൊന്നും നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ച് കൊടുത്തിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാവുന്നത്, ഇപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലൈറ്റ് കുറച്ചൊന്ന് കുറച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു 2 ആഴ്ച ഏകദേശം കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി എന്ത് ചെയ്യാം, ആൽഗ വീണ്ടും വരാണെങ്കിൽ അങ്ങനെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം.